കളം UDF തൂക്കി. ആ സ്വാമി, നമ്മുടെ കളി ഏതായാലും ഏറ്റു. മൂന്നാം ഭരണം ലക്ഷ്യമിട്ട ടീം പിണറായിയെ 34-ൽ ഒതുക്കി ജനം. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ? ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ പിന്നിലായ തെരഞ്ഞെടുപ്പിൽ രണ്ടാം മന്ത്രിസഭയിലെ ബഹുഭൂരിപക്ഷം മന്ത്രിമാരും തോറ്റു. ഇരിക്കൂറിൽ അവസാനിക്കുന്നത് 30 വർഷത്തെ ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? CPM അപമാനിച്ചിറക്കി വിട്ട G സുധാകരനും B കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും UDF പിന്തുണയിൽ ജയിച്ചു കയറി. രാജ്യത്തെവിടെയും ഇടതു പാർട്ടികൾക്ക് അധികാരമില്ലാതായി. എന്താ യൂസഫേ, നിന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ പൊട്ടാൻ കാരണം? ഭരണവിരുദ്ധ കൊടുങ്കാറ്റാഞ്ഞടിച്ചെന്നോ വേണമെങ്കിൽ പറയാം. കേരളത്തും അങ്ങോളം ഇങ്ങോളം ആ നിലയിൽ UDF-നെ സംബന്ധിച്ച് വലിയ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കാർ ഓടിക്കുന്നേ ജാതകത്ത് പറഞ്ഞിട്ടുണ്ട്. ജിമ്മിയുടെ സ്വന്തം മാടി പോലും നമുക്ക് തന്നെ ഭൂരിപക്ഷം ഒന്ന്. എന്റെ ഭരണവിരുദ്ധ വികാരം UDF-ന് അനുകൂലമായി മാറിയെന്ന് ഷോൺ ജോർജ്. LDF അല്ലാതെ ആരുണ്ട് എന്നാണ് ജനങ്ങൾ നോക്കിയത്. എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് തനിക്ക് ലഭിച്ചു. അതൊരു പഞ്ചാണല്ലേ? മറ്റാരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ജനം ചിന്തിച്ചു എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. ഇതുപോലൊരു നാണക്കേട് എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇലക്ഷന് വേണ്ടി വാങ്ങിച്ച പടക്കങ്ങളാ, ജയിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? കലേഷിന്റെ പാർട്ടിക്കാർക്ക് പകുതി വിലക്ക് മറിച്ചു വിറ്റാലോ? 104 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു 1.5 വിജയമല്ല, 2 വിജയം. തരംഗം ആഞ്ഞടിച്ചു. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. അവിശ്വസനീയമായ രീതിയിലേക്ക് ഈ ഫലം വരുമെന്ന് പാർട്ടി ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല. ഇതൊക്കെ എങ്ങനാടാ? നമ്മൾ കുറെ ആഗ്രഹിക്കും, ചിലത് കിട്ടും, ചിലത് കിട്ടുകയില്ല. കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരിക്കലും കിട്ടുകയില്ല. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട്. ഒന്നാം തുടർഭരണം എന്ന ചരിത്രം കുറിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ മറ്റൊരു ചരിത്രം കേരളത്തിൽ കുറിച്ചിരിക്കുന്നു. BJP ആണ് ആ ചരിത്രം കുറിച്ചിരിക്കുന്നത്. 2 അക്കൗണ്ടുകൾ തുറന്നിരിക്കുന്നു എന്നുള്ള ചരിത്രം കൂടി ഇത്തവണ BJP കുറിച്ചിരിക്കുകയാണ്. BJP 3 അക്കൗണ്ടുകൾ തുറന്നു, 3ഉം ഇടതുമുന്നണിയുടെ മണ്ഡലങ്ങളിൽ. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. മെഡിക്കൽ നിന്റെയൊക്കെ ഒരു ടൈം.